നീ ഇങ്ങനെ ഇരിക്കാം, നാളെ ഓഫീസിൽ പോകാൻ നോക്ക്. അവൻ വരും സാർ. സാർ ഞാൻ നാളെ തൊട്ട് വരാം. അല്ല അത് എന്താ സാർ ഒരു കൺഫ്യൂഷൻ? അവൻ വരും, ഉറപ്പായിട്ട് വരും. വിനോദേ, നിനക്കൊരു സർപ്രൈസ് തരാനാണ് സത്യം പറഞ്ഞ സാറ് വന്നത് ഇപ്പോ. താങ്ക് യു സാർ. ഈ ഒരു അവസ്ഥയിൽ സാറിനെങ്കിലും എനിക്കൊരു സർപ്രൈസ് തരാൻ തോന്നിയല്ലോ. ശരിക്കും സർപ്രൈസ് അല്ല, സസ്പെൻസാ. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ. അതെ, സസ്പെൻഷനാ. അല്ലേലും രണ്ടും കണക്കാണല്ലോ. ഇവനെ അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ നിനക്കൊരു സർപ്രൈസ് ആയില്ലേ, അതാണ്. വിനോദിന്റെ അച്ഛ, വിനോദിന്റെ അമ്മേ, ഇതിപ്പോ എന്താന്ന് വെച്ചാലേ നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി വിനോദിനെതിരെ ഒരു പരാതി തന്നേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ ഈ സസ്പെൻഷൻ എടുത്തേക്കുന്നത്. ഇതിപ്പോ ഒരു 6 മാസമേ ഉള്ളൂ വിനോദേ. അത് കഴിഞ്ഞാൽ ജോലിക്ക് വരാം, സംശയിക്കണ്ട. വരാം. എടാ 6 മാസം എന്ന് പറഞ്ഞാൽ ദാം അങ്ങ് പോവും. നീ ഒരു ടെൻഷൻ അടിക്കണ്ട. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങോട്ട് കൊടുത്താലോ? വിനോദേ, ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ട് മേടിച്ചാട്ടെ. സാർ ഇത് കല്യാണക്കുറി അല്ലാണ്ട് സസ്പെൻഷൻ ഓർഡർ ആണ്. എന്നാലും ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ